ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസത്തിലാണ് ഇന്ന് ഉള്ളത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷ ദിവസമാണ്. എല്ലാ ആഴ്ചകളിലും ആവർത്തിച്ചു വരുന്ന ഒരു സന്തോഷ സുദിനമാണ് വെള്ളിയാഴ്ച. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഇരട്ടി സന്തോഷമുണ്ട്. ഒരു ഒഴിവു ദിവസം കൂടെയാണ് വെള്ളിയാഴ്ച. അതിലുപരി ഇന്ന് ഇത്രയും നമ്മൾ അടുത്ത് അറിയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആദർശ ബന്ധുക്കളെ ഒന്നിച്ചു കാണുകയും ഒന്നിച്ചു ചേരുകയും നമ്മുടെ ഇണകളോടൊപ്പവും മക്കളോടൊപ്പവും ഒരു പരിപാടിയിൽ ഒന്നിച്ച് പങ്കുകൊള്ളുകയും ചെയ്യുന്ന ഒട്ടനവധി സന്തോഷങ്ങളെ ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു സുദിനത്തിലാണ് ഈ ഒരു പാരന്റിങ്, നമ്മുടെ രക്ഷിതാക്കൾ എന്ന നിലക്കുള്ള ചില ചർച്ചകളും നിർദ്ദേശങ്ങളും ഇവിടെ നടക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, ഇതിലൊരു പങ്കാളിയാകുവാനും നിങ്ങളോടൊപ്പം ചേരുവാനും സാധിച്ചത് വളരെ വലിയൊരു സൗഭാഗ്യമായി ഞാൻ വിചാരിക്കുന്നു. ഇതെന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമെല്ലാം ഒരു നന്മയായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഒരാഴ്ചത്തെ ഒരു സന്ദർശനമാണ് സൗദി അറേബ്യയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ പങ്കെടുത്തപ്പോഴും ജിദ്ദയിലും അതേപോലെ തന്നെ ദമ്മാമിലും ജുബൈലിലുമെല്ലാം പോയപ്പോൾ അവിടെയുള്ള മുതിർന്ന കുട്ടികളുമായി സംവദിക്കുവാനുള്ള സമയം എനിക്ക് കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 500-ൽ താഴെ വരുന്ന കുട്ടികളെ സംസാരിക്കുവാനും അവരോട് അവരുടെ എഴുതി കിട്ടുന്ന സംശയങ്ങളും ചോദ്യങ്ങളും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെയും അതിനൊരു അവസരമുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ആ സെഷൻ കഴിഞ്ഞിട്ടാണ് ഈ സെഷൻ നമ്മൾ നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ രക്ഷിതാക്കന്മാർക്ക് നൽകുവാൻ സാധിക്കും എന്നാണ്. എങ്കിൽ പോലും നമ്മൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇവിടെ പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായ വിഷയങ്ങളും ഇതിൻ്റെ വ്യത്യസ്തമായ ഏരിയകളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടേതും ഒന്നായി പോകുമോ എന്നൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർണയിച്ച വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും അവസാനമായി ഞാൻ പങ്കെടുത്ത കുട്ടികളുടെ സെഷനിൽ അവരെഴുതി തന്ന ചോദ്യങ്ങളുടെ ഒരു വലിയ ഭാഗം ചോദ്യങ്ങളും മാതാപിതാക്കളുമായി സ്നേഹപൂർവമായൊരു ബന്ധം അവർക്ക് സ്ഥാപിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വളരെ വിഷമത്തോടുകൂടെയും സങ്കടത്തോടുകൂടെയും നമ്മുടെ പല കുട്ടികളും നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാനുള്ളതും. എനിക്ക് ഏറെ അത്ഭുതം തോന്നിയ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ചിരിച്ച്. അപ്പോൾ അതൊരു തമാശയോ അല്ലെങ്കിൽ ഒരു ഫലിതമോ ആയതുകൊണ്ടല്ല കുട്ടികൾ ചിരിച്ചത്, മറിച്ച് അതവർക്ക് പെട്ടെന്ന് അവരുടെ അനുഭവത്തിൽപ്പെട്ട കാര്യമായതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് ചിരിച്ചതാണ്. എന്തായിരുന്നു ആ പോയിന്റ് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു പലപ്പോഴും പല കുട്ടികളും അവിടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ വേണ്ടി വ്യക്തിപരമായ സംസാരങ്ങളും വ്യക്തിപരമായിട്ടുള്ള സംസാരങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വാപ്പയും ഉമ്മയും പെരുമാറുമ്പോൾ മാത്രം ഞങ്ങളോടൊരു നല്ല നിരക്ക് പെരുമാറാത്തത്? അയൽപക്കത്തുള്ള ആളുകൾ പോലും ഞങ്ങളോട് എത്ര സ്നേഹത്തിലാ പറയാ. അത് മാത്രമല്ല, എൻ്റെ ഉപ്പയും ഉമ്മയും തന്നെ വേറെല്ലാവരോടൊക്കെ നല്ല നിരക്ക് പെരുമാറും. അയൽപക്കത്ത് കുട്ടികളൊക്കെ വന്ന് എന്താ ഇഷ്ടത്തിൽ പെരുമാറും, എന്തൊരു സ്നേഹത്തിലാണ് അവർ വർത്തമാനം പറയാ. അതേപോലെ തന്നെ എവിടുന്നെങ്കിലുമൊക്കെ വല്ല കുട്ടികൾ ഞങ്ങളെ വീട്ടിലേക്ക് വിരുന്നു വന്നാൽ ആ കുട്ടികളൊക്കെ ഉമ്മ എങ്ങനെ കൊണ്ടുനടക്കുക, എത്ര സ്നേഹത്തിലാണ് കൊണ്ടുനടക്കുക. എന്താ എന്നോടെന്താ ഉമ്മക്കും ഉപ്പക്കും പറ്റാത്തത് എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ചോദ്യം
ഞാൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ചിരിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കണം എന്താന്ന് ചോദിച്ചാൽ, മിക്കവാറും വീട്ടിലൊക്കെ അങ്ങനെയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ ഭൂരിപക്ഷം കുട്ടികൾ ഒന്നിച്ച് ചിരിക്കണമെങ്കിൽ ഭൂരിപക്ഷം വീടുകളിലും അങ്ങനെയാണ് നടക്കുന്നത് എന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുട്ടികൾ ഗുരുതരമായ ഒരു വ്യതിയാനം കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അധിക രക്ഷിതാക്കന്മാരും എന്താ ചെയ്യാറും, ഞങ്ങളെ പോലത്തെ ആൾക്കാരെ വിളിക്കും. ഒരു അരമണിക്കൂർ കുട്ടിക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അത് ചോദിക്കാൻ കാരണം എന്താ, അവരെ വീട്ടിൽ രാപ്പകൽ ഒന്നിച്ച് കഴിഞ്ഞുകൂടുന്ന, അവരുടെ മടിത്തട്ടുകളിൽ വളർന്ന, അവരാൽ ഏറ്റവും സ്വാധീനിക്കപ്പെട്ട, ഏറ്റവും അധികം ബന്ധമുള്ള സ്വന്തം കുട്ടിയോട് ഒരു ഉപദേശം കൊടുക്കാൻ അന്യന് ഒരു ബന്ധമില്ലാത്ത ഒരാളെ തേടേണ്ടി വരുന്നത് എന്തുകൊണ്ട്? നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷെ ഏറ്റവും നന്നായി ആ കുട്ടിക്ക് ആ ഉപദേശം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വ്യക്തി ആരായിരിക്കും? അയാൾ എന്താ പറ്റാത്തത്? അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താവുന്ന, ഒരാശയ ബന്ധം നടത്താവുന്ന ഒരവസ്ഥാവിശേഷം വീടുകളിൽ നിലനിൽക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സ്നേഹാലയമാണ് വീട്. നമ്മുടെ വീട് ഒരു സ്നേഹാലയമാകണം. അവിടെ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലുകളും സ്നേഹത്തിൻ്റെ അനുഭവങ്ങളും നിറഞ്ഞു നിൽക്കണം ആ വീട്ടിൽ. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു ഗൃഹാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതാണ് ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയാവുന്ന കാര്യം. അത് പറ്റുമെന്നുറപ്പാണ്. നമ്മുടെ വീടല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം സ്നേഹപരമായ ബന്ധങ്ങളും പെരുമാറ്റങ്ങളും സാധ്യമാകുന്നുവെങ്കിൽ നമ്മുടെ വീട്ടിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്തെല്ലാം പ്രശ്നങ്ങളുമായും എന്തെല്ലാം അസ്വാഭാവികമായ പെരുമാറ്റങ്ങളുമായും ഏതെല്ലാം കുട്ടികളെ നമ്മൾ പരിചയപ്പെടുന്നുവോ ആ കുട്ടികളെല്ലാവരും തന്നെ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടാണ് അവർ വഴിതെറ്റിപ്പോകുന്നത് എന്ന് നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. സ്നേഹത്തിൻ്റെ അഭാവം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട ഒരു +2 കാരൻ പോലും എന്നോട് ചോദിച്ചൊരു ചോദ്യം, 4 മക്കളിൽ എന്നോട് മാത്രം എന്തേ വാപ്പക്കും ഉമ്മക്കും ഒരു ഇഷ്ടമില്ലാതെ പോയത്? അപ്പൊ ഞാൻ ആ തൽക്കാലം രക്ഷപ്പെടാൻ അവനോട് പറഞ്ഞു, വാപ്പക്കും ഉമ്മക്കും ഇഷ്ടമില്ലാതെ പോകാൻ കാരണം നീ വാപ്പയും ഉമ്മക്കും ഇഷ്ടപ്പെടുത്താത്ത ചില പ്രവർത്തനങ്ങളും വികൃതികളും നീ ചെയ്തു. അതുകൊണ്ടല്ലേ നിന്നെ കൗൺസിലിങ്ങിന് കൊടുക്കുന്നത്. അങ്ങനെ വികൃതി കാണിക്കുന്ന കുട്ടികളോട് വാപ്പക്കും ഉമ്മക്കും ഇഷ്ടമുണ്ടാവും. അതുകൊണ്ടാണ് ബാക്കി 3 പേരോടും ഇഷ്ടം, എന്നോട് ഇഷ്ടമില്ലാത്തത് എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം അവനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയാലും വസ്തുത അതല്ല. അവന് പലപ്പോഴും അത് അനുഭവപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും സ്വാഭാവികമായും, ഇതെങ്ങനെ ശരിയാവുക? നമ്മുടെ കുട്ടികളെക്കാളും പ്രിയപ്പെട്ടവരായി നമുക്കാരാണുള്ളത്? തൻ്റെ കുട്ടികൾക്ക് പരമാവധി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്ന നമ്മളെ കുട്ടികൾ പ്രതികളായി കാണുന്നത് എന്തൊരു ദുഃഖകരമാണ് എന്ന് ഒരു പക്ഷേ നമ്മൾ പറയും. നമുക്ക് നമ്മുടെ കുട്ടികളെക്കാളും പ്രിയപ്പെട്ടവരുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു വഴികേടോ വ്യതിയാനമോ വരാവുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുമോ എന്നൊരു പക്ഷേ നമ്മൾ തന്നെ ചോദിക്കും. ഇവിടെ പലപ്പോഴും പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടിയോട് പെരുമാറേണ്ടത്? എങ്ങനെയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ കുട്ടികളോടൊരു സ്നേഹത്തിലും ബന്ധത്തിലും കഴിഞ്ഞുകൂടാൻ പറ്റുക എന്ന ചോദ്യം എന്തായാലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്, നമ്മുടെ കുട്ടികളോട് പെരുമാറുന്നിടത്ത് നമ്മൾ പരാജയപ്പെടാൻ കാരണം നമുക്ക് ചില ആശങ്കകളുണ്ട്, ചില ബേജാറുകളുണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ. അതായത് കുട്ടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിലും കുട്ടി എന്ത് ചെയ്യും, നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് പറ്റിപ്പോയാൽ കുട്ടി വഴിതെറ്റിപ്പോകുമോ എന്ന ആശങ്കയോടുകൂടെ നിങ്ങൾ കുട്ടികളോട് പെരുമാറിയാൽ നല്ല നിലക്ക് പെരുമാറാൻ കഴിയൂല. അപ്പൊ ഉമ്മ വെറുതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടിയെ വഴിതെറ്റിപ്പോകുമെന്ന് പേടിച്ചിട്ടാണ് ഉമ്മ പറയുന്നത്. നിലവിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, കുട്ടി വഴിപിഴച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഉമ്മ അങ്ങനെ പെരുമാറുന്നത്. ഞാൻ വെറുതെ പറയുന്ന ഒരു സംഗതി അല്ലത്. കാരണം എന്താ, 6 വയസ്സ് 5 വയസ്സ് 4 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള കുട്ടികള്
പറ്റി ഭയങ്കരമായ ബേജാറായിട്ട് മാതാപിതാക്കൾ ഫോൺ ചെയ്യും, സംസാരിക്കും. എന്താ ഓന് നന്നാക്കാൻ കാണിക്കും, പള്ളിക്ക് പോകാൻ താല്പര്യം കാണിക്കണില്ല, നിസ്കരിക്കണില്ല. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും, വയസ്സെത്രയാണ്? പിന്നെയും ചോദിക്കും വയസ്സെത്ര? 4 വയസ്സ്. പിന്നെ ചോദിക്കും 4 വയസ്സോ എന്ന് ചോദിക്കും. 4 വയസ്സ്. പക്ഷെ ഇപ്പൊ തന്നെ നിസ്കരിച്ച് ശീലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താവുന്നു? ഞാൻ പറഞ്ഞൊരു നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ അല്പം ദീനി ചിട്ടയുള്ള ഒരു കുടുംബത്തിൽ ഒരു കുട്ടി അകപ്പെട്ടു പോയാൽ ആ കുട്ടിയെ ഏതെല്ലാം നിലക്ക് നന്നാക്കാൻ പറ്റുമോ എന്ന ശ്രമം കൊണ്ട് ഒന്ന് തിരിയാനും മറിയാനും സമ്മതിക്കാത്ത വിധം എന്ത് ചെയ്യുന്നറിയോ, ആ കുട്ടിയെ നമ്മൾ ഭരിക്കണം. അപ്പൊ അങ്ങനെ ഭരിക്കുമ്പോൾ പിന്നെ എങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റുക? അങ്ങനെ നമ്മളൊരു കുട്ടിയെ നിയന്ത്രിക്കുമ്പോൾ എങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റുക? അവന് സ്നേഹത്തിന്റെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരവസ്ഥ ഏതെങ്കിലും നിലക്ക് സൃഷ്ടിക്കാൻ നമുക്ക് പറ്റാതെ വരും. ആദ്യം നിങ്ങൾ ഈ ആശങ്ക കൈയൊഴിക്കണം. ഒരിക്കലും നിങ്ങൾ കുട്ടികളെ പറ്റി ബേജാറാകരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോവുക, സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരിക. ഇങ്ങനത്തെ ഒരു കുട്ടികളെ കുറിച്ച് നമ്മൾ എന്തിനാണ് ബേജാറാകണമെന്ന് ചോദിക്കുന്നത് ഒരു ആവശ്യമില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു കുട്ടിക്ക് ഒരു അരമണിക്കൂർ നേരം ഒരു ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മീറ്റ്, ഹൈസെക്ക് ഇതുപോലുള്ള ഒരു പരിപാടിക്ക് വരിക, അല്ലെങ്കിൽ ഒരു പ്രോഫ്കോണിന് വരിക. വെറും 2 ദിവസം 1.5 ദിവസം കൊണ്ടൊക്കെ എന്താ അറിയോ, ആ കുട്ടി സ്വന്തം വാപ്പനേക്കാളും ഉമ്മനേക്കാളും നല്ല ഒരു മാതൃകായോഗ്യനായ ചെറുപ്പക്കാരനായിട്ടാണ് 1 മണിക്കൂർ സ്പീച്ച് കഴിഞ്ഞിട്ട് പോണത്. സുഹൃത്തുക്കളെ, 1 മണിക്കൂർ കൊണ്ട് നേരാക്കാൻ പറ്റൊരു കുട്ടിയെ ഞാൻ വേണ്ടത്. 1 മണിക്കൂർ കൊണ്ട് നേരാക്കാൻ പറ്റും. ഒരു സ്വൈരവും കൊടുക്കാതെ ജയിലിലിട്ട പോലെ എല്ലാ സ്നേഹങ്ങളെയും നിരാകരിച്ച് വീടുകളിലിട്ട് നന്നാക്കാൻ പറ്റുന്നതല്ല അത്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ചൊക്കെ ഒരു ബുദ്ധി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടും പിന്നാലെ നടന്നിട്ടും കുറ്റപ്പെടുത്തിയിട്ടും മുടക്കിയിട്ടും തടസ്സപ്പെടുത്തിയിട്ടും ഈ കുട്ടി നന്നാകണത് കാണുന്നില്ലെങ്കിൽ എൻ്റെ പണി ഫലപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയെങ്കിലും വേണ്ട. നമ്മൾ ചുരുങ്ങിയതായാലും മനസ്സിലാക്കണ്ടേ. 10 കൊല്ലം എൻ്റെ പിന്നാലെ നടന്നിട്ടും നമ്മൾ വിചാരിച്ചതിന് നേരെ വിപരീതമാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാൻ അവനോടുള്ള ബന്ധങ്ങളും ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളും ഫലപ്പെടുന്നില്ല എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഈ ഉമ്മമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവർ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾ കുട്ടികളെ കുറിച്ച് വെറുതെ ബേജാറാകരുത്. ആ ബേജാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പെരുമാറുന്ന ഏത് പെരുമാറ്റവും സ്വാഭാവികമായും കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തേക്ക് എത്തും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഏറ്റവും അധികം ചെയ്യേണ്ടത് കുട്ടികളെ കേൾക്കുക. കുട്ടികൾ നമ്മളോട് പറഞ്ഞോട്ടെ, ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. കുട്ടികളോട് അങ്ങോട്ട് പറയണത് നിങ്ങൾ കുറച്ചളി ഏറ്റവും കുറക്കുക. കുട്ടികളെ കൊണ്ട് കൂടുതൽ നമ്മൾ പറയിപ്പിക്കുക. ഞാൻ ഇന്നും ആലോചിക്കുന്നു, ഒരു അഫെയറിൽ കുടുങ്ങിയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നമ്മളെല്ലാം പറഞ്ഞ് ശരിപ്പെടുത്തിയതൊക്കെ വേർപ്പെടുത്തി റെഡിയാക്കി നല്ല കുട്ടിയാകാമെന്നൊക്കെ അവൾ പ്രതിജ്ഞ ചെയ്ത് ഇറങ്ങുമ്പോൾ അവൾ തിരിച്ചു പോയി അകത്ത് കയറിയിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു, ഉമ്മനോട് സാറൊന്ന് പറയണം, ഇനി ഈ വിഷയം എടുത്തിടരുതേന്നൊന്ന് പറയണം. ഉമ്മനോട് ജസ്റ്റ് എന്നോട് ഇനി ഈ വിഷയം വീട്ടിൽ എടുത്തിടരുതേന്നൊന്ന് പറയണം എന്നാണ് ആവശ്യപ്പെട്ടൊരാവശ്യം. അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഈ കുട്ടി ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അവളിൽ സംഭവിച്ച ഈ തെറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ അവളോട് ആവർത്തിച്ചു പറഞ്ഞാൽ, റിപ്പീറ്റ് ചെയ്താൽ, ആ റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടെ അവൾ തിരിച്ചു പോകുന്നതാണ്. എൻ്റെ വാക്കൊരിക്കലും തെറ്റിയില്ല. 1 കൊല്ലം കഴിഞ്ഞിട്ട് ഉമ്മയും അവളും തമ്മിൽ ബഹളമുണ്ടായപ്പോൾ ഉമ്മ പറഞ്ഞു, എന്ത്, നിന്നെ അറിയാലോ, അന്ന് എത്ര ഇടങ്ങാറായിട്ട് ഞങ്ങളായിരുന്നു നിന്നെ രക്ഷപ്പെടുത്തിയെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ? ആ വാക്ക് കേട്ട് അവൾ കോളേജ് ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ ചെന്ന് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടെ പഴയ ആളുടെ നമ്പർ ബന്ധപ്പെട്ട് വാങ്ങി അവളെ കൂട്ടിക്കൊണ്ടുപോയി വയനാട്ടിലൊരു പള്ളിയിൽ ഒരു മുസ്ലിയാരെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ച് വാപ്പയെയും ഉമ്മയെയും വെല്ലുവിളിച്ച് അവൾ ഭാര്യ ഭർത്താക്കന്മാരായി വീട്ടിൻ്റെ അയൽവക്കത്ത് വന്ന് താമസിപ്പിച്ചു. പക്ഷെ അവൾ വിജയിച്ചില്ലെന്നത് സത്യം. അവൾ അവരിൽ നിന്ന് വേർപ്പെടേണ്ടി വന്നു. അവളുടെ ജീവിതം പരാജയപ്പെട്ടു. പക്ഷെ പറയരുതെന്ന് പറഞ്ഞിട്ടും ആവർത്തിച്ച് അവളോട് ആ വാക്ക് പറയാതിരിക്കാൻ ഉമ്മയ്ക്ക് പറ്റിയില്ല. ഞാൻ കുറ്റപ്പെടുത്താനല്ല, നമ്മുടെ നാവ് കൊണ്ട് നിരന്തരം സ്വൈരം കൊടുക്കാതെ, വീട്ടിലേക്ക് വരാൻ തോന്നാതെ, വാപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്ക് ഒന്ന് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ അവർക്കൊരു ശല്യക്കാരാകാതിരിക്കണം. ഇതിത്ര മാത്രം പറയാൻ കാരണം, സ്നേഹം നഷ്ടപ്പെടുമ്പോൾ കുട്ടികൾ ജീവിക്കാൻ തന്നെ ഇഷ്ടപ്പെടില്ല. അവർ പഠിക്കില്ലെന്നോ
അല്ലെങ്കിൽ വല്ല അഫയറുകളോ അവിഹിത ബന്ധങ്ങളോ സ്ഥാപിക്കുമെന്നോ എന്ന് മാത്രമല്ല, അവർ നിങ്ങളുടെ വീടും നിങ്ങളെയും ഇഷ്ടപ്പെടാത്ത സ്ഥിതിവിശേഷം വരും. സ്നേഹമെന്നത് എന്തെങ്കിലും കൊടുക്കലല്ല സുഹൃത്തുക്കളെ. മൊബൈൽ വാങ്ങിക്കൊടുക്കലോ പുസ്തകം വാങ്ങിക്കൊടുക്കലോ ഒന്നല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു സ്വൈരം കൊടുക്കലാണ്. ആ സ്വൈരം ഏറ്റവും പ്രധാനമാണ്. സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സമാധാന ഭവനം എന്ന് അല്ലാഹു വിളിച്ച വീടാണ് സ്വർഗം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ദാറുസ്സലാം സ്വർഗത്തിന്റെ പേരാണ്. എന്തേ സ്വർഗം ദാറുസ്സലാം ആകാൻ കാരണം? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. തഅ്സീമില്ല ഇവിടെ. എന്താ തഅ്സീം? എന്താ അങ്ങനെ? എന്താണ് പണി? എവിടെയായിരുന്നു? എപ്പോഴായിരുന്നു? ഈ ചോദ്യമില്ല എന്നാ പറയണത്. കുറ്റപ്പെടുത്തലില്ല. പിന്നെന്താണ്? ഇല്ലാ ഖീലൻ സലാമൻ സലാമ. നല്ല പുഞ്ചിരിച്ച് സ്നേഹത്തിന്റെ ഹൃദയത്തിൽ സ്നേഹം അനുഭവപ്പെടുന്ന വാക്ക് പറയാം. അതാണ് സ്വർഗത്തിനെ ദാറുസ്സലാം എന്ന് വിളിച്ചത്. സുഹൃത്തുക്കളെ, നമ്മുടെ വീടും ഒരു ദാറുസ്സലാമാകാൻ, സമാധാനത്തിന്റെ ഭവനമാകാൻ എന്തിനാണ് നമ്മൾ കുട്ടികളെ നിരന്തരമായി കുറ്റപ്പെടുത്തുകയും അതേപോലെ തന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാതിരിക്കാം. അപ്പൊ രക്ഷിതാക്കന്മാരുടെ സംശയം എന്താ? എന്ത് ചെയ്താലും ഒന്നും പറയണ്ടേ, ശിക്ഷിക്കണ്ടേ എന്ന് ചോദിക്കും. ശിക്ഷിക്കണം സുഹൃത്തുക്കളെ, പറയണം. എങ്ങനെ പറയാന്നറിയങ്ങൾ? എങ്ങനെ പറയാന്നറിയങ്ങൾ? ഒരു കുട്ടിക്ക് ശിക്ഷ കിട്ടിയാൽ എന്താ മനസ്സിലാകാന്നറിയും? എന്തോ ഉമ്മക്ക് എന്തോ ഒരു ദേഷ്യം പിടിച്ച സമയമാണ് പോന്ന കുട്ടി പറയാ. അല്ലാതെ ഞാൻ നേരം വൈകി വന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ കുളിക്കാൻ നേരം വൈകിയെന്നോ, ഉറങ്ങാതെ മൊബൈലേറ്റ് ഇരുന്നു എന്നൊന്നല്ല മനസ്സിലാക്കുക. കാരണം അതൊന്നും ഇത്ര വലിയൊരു കുറ്റമായിട്ട് കുട്ടി കാണുന്നില്ല. അതുകൊണ്ട് കുട്ടി എന്താ മനസ്സിലാക്കരുത്? ഉമ്മക്ക് ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ മോള് സ്കൂൾ വിട്ട് വന്നിട്ട് പറഞ്ഞു, ഇന്ന് അറബി മാഷ് ഭാര്യനോട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി വന്നാന്ന് തോന്നുന്നു. സ്കൂളിൽ അടിയിട്ടാത്ത ഒരൊറ്റ ആളില്ല. ഞങ്ങൾക്ക് 40 ആക്കും അടിയിട്ടിന്ന്. ഞാൻ പറഞ്ഞു, ഞാനൊരു അധ്യാപകനാണല്ലോ, ഞാനത് വായിച്ചൊരു സംഗതിയാണ്. എന്താ വെച്ചാൽ അധ്യാപകനെ കുറിച്ച് കുട്ടി വിലയിരുത്തലാണ്. ആ അടികൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്. 40 ആളെ അടിക്കാനും ചെറിയ അധ്വാനല്ല. മൂപ്പര് അടിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ തമ്മിൽ പറഞ്ഞതാണ് ഇത്ര. ഇന്ന് ഭാര്യയോട് എന്തോ പിണക്കമുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴൊക്കെ ദേഷ്യപ്പെട്ടോ, നിങ്ങളൊക്കെ അടിച്ചോ, അപ്പോഴൊക്കെ കുട്ടി വിചാരിച്ചതാണ് ഈ പറയണത്. ആ കുട്ടിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഈ പറയണത്. അതുകൊണ്ട് എന്തരും നല്ല സ്നേഹ പെരുമാറ്റങ്ങളും ഒരു സ്നേഹാന്തരീക്ഷവും വീട്ടിലുണ്ടാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നഷ്ടവും വലിയ ഖേദവും ഉണ്ടാവും. അതുകൊണ്ട് വെറുതെ ബേജാറാകാതിരിക്കാം, നല്ല നിലക്ക് സംസാരിക്കുക. കഴിയുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ കേട്ടാൽ മതി. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂൾ വിട്ട് വന്നാൽ രാവിലെ പോയി വൈകുന്നേരം വരെയുള്ള മുഴുവൻ വിഷയവും ഉമ്മനോട് പറയും. അപ്പം ഉമ്മ ഇങ്ങനെ കേട്ടാൽ മതി. കേൾക്കുമ്പോൾ മനസ്സിങ്ങനെ അടുക്കും. വർത്താനം ഇങ്ങനെ കേട്ടാൽ മനസ്സിങ്ങനെ അടുക്കും. നിങ്ങളുടെ ഉപ്പ എന്ന നിലക്ക് നിങ്ങളോട് എന്തോ പറയാൻ വേണ്ടി വന്നു, ഇപ്പൊ ഒന്നും പൊയ്ക്കാറുണ്ടോ? എപ്പോഴോ ഒരിക്കൽ പറഞ്ഞതാണ്. അന്ന് നിർത്തി. ഇപ്പാൻ്റെ അടുത്തേക്ക് വരവ് അന്ന് നിർത്തി. പിന്നെ വാപ്പാൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. പോയാൽ ശരിയാവൂല എന്നാണ് തീരുമാനിച്ചത്. സുഹൃത്തുക്കളെ, എപ്പം വന്നോട്ടെ, നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതവനെ കൊണ്ട് പറയിപ്പിച്ചു കേൾപ്പിച്ച് മനസ്സെടുക്കാനും കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും അവൻ എന്ത് ചെയ്യാണ്? പരിചരിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. പക്ഷെ ചെറിയൊരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട്. കുറച്ച് പൈസയും സൗകര്യങ്ങളൊക്കെ നല്ലോണം ചെയ്തു കൊടുത്താൽ കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാവുന്നു. സ്നേഹമല്ല ഉണ്ടാകുക, 2 ദോഷം ഉണ്ടാകും. ഒന്ന്, അതിനേക്കാളും വലുത് അടുത്ത ദിവസം ചോദിക്കും. ഇന്ന് കൊടുത്തതിനേക്കാളും വലുത് അടുത്ത ദിവസം ചോദിക്കും. അതാണ് അതിൻ്റെ ഒരു ഉപകാരം. രണ്ടാമത്തത് എന്താന്ന് ചോദിച്ചാൽ, കുട്ടിൻ്റെ മനസ്സിലെന്താ, വാപ്പാനത്ത് നല്ലോണം പൈസ ഉണ്ട്, എന്നിട്ട് ഇപ്പം ഇത്രയല്ലേ തരുന്നുള്ളൂ എന്നാണ്. ഇതൊക്കെ തരണമെങ്കിൽ ഒരു ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഇവിടെ അങ്ങനെ വലിയ ഹോട്ടലിൽ പോയി കഴിക്കണമെങ്കിൽ വാപ്പാനത്ത് എത്ര പൈസ ഉണ്ടാവും? ആ പൈസക്കനുസരിച്ച് എന്തായാലും വാപ്പ നമ്മളെ നോക്കണില്ല എന്നേ വിചാരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ കൊടുത്തത് കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റൂല. ഒരു പക്ഷേ നമ്മുടെ പട്ടിണി അറിഞ്ഞും വിഷമം അറിഞ്ഞും നമ്മളോട് സഹകരിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മളോടുണ്ടാകുന്ന സ്നേഹം നമ്മുടെ പട്ടിണി മറന്നും കടങ്ങൾ മറന്നും കടം വാങ്ങിയും പലിശക്കെടുത്തും കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ സ്നേഹത്തോടുകൂടെ വളർത്തുന്ന ഒരു സ്നേഹാലയമായി നിങ്ങളുടെ വീടുകൾ മാറുമ്പോൾ എപ്പോഴും സ്നേഹത്തിൻ്റെ അനുഭവങ്ങളും സന്തോഷങ്ങളും കൊണ്ട് വീട് നിറയും. നിങ്ങൾക്ക് കുട്ടികളെക്കുറിച്ച് എന്നും സന്തോഷകരമായൊരവസ്ഥാവിശേഷം വീട്ടിൽ സംജാതമാകും. വീട്ടിലുണ്ടാവേണ്ട ഒരു കാര്യം അതാണ്. രണ്ടാമത്തൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു കാരണവശാലും വീട്ടിൻ്റെ ഉള്ളിൽ
നിങ്ങളും ഭാര്യയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുണ്ട് എന്ന ഒരു തോന്നൽ നിങ്ങളുടെ കുട്ടികളിൽ ഒരു നാളും സൃഷ്ടിക്കപ്പെടാവതല്ല. ഇനി ഉണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് കുട്ടികൾക്ക് തിരുത്തി കൊടുക്കണം. ഞാനും ഉമ്മയും തമ്മിൽ ഒരു പ്രശ്നമല്ല, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് ബോധ്യമില്ലെങ്കിൽ നിങ്ങളുടെ വീട് പരാജയപ്പെടും. അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുവരെയുള്ള 16 വയസ്സായ ഒരു കുട്ടി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ഇന്റെ വാപ്പിയും തമ്മിലൊരു പ്രശ്നമില്ല എന്ന് ഇന്ന് നിങ്ങൾ വിചാരിച്ചാൽ അവിടെ ധാരണ മാറ്റാൻ പറ്റും. നിങ്ങളത് മാറ്റണം. കാരണം ആ വിയോജിപ്പുകൾ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റിയേ തീരും. അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. സുഹൃത്തുക്കൾ, സന്ദർഭത്തിൽ പറയാണ് നമ്മുടെ വിഷയം. അല്ലെങ്കിലും ഇവിടെ നിങ്ങളെ ഭാര്യമാരപ്പുറത്തുണ്ടാവും, വരെ ഒന്നിച്ചു വന്ന ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ടി ആളുകൾ വരുമ്പോൾ ഭർത്താവ് ഒരു നിലക്ക് ഭാര്യയെക്കുറിച്ചും ഭാര്യ നിലക്ക് ഭർത്താവിനെ കുറിച്ചും ചാർജ് ഷീറ്റുകൾ ഇങ്ങനെ തെളിവ് സഹിതം ഇങ്ങനെ പറഞ്ഞു നിരത്തും. ഒക്കെ കഴിഞ്ഞാൽ ഞാൻ വരുന്ന കുടുംബനാഥനോട്, പുരുഷനോട് ഞാൻ പറയുന്നൊരു വാക്കെന്താണെന്ന് വിചാരിച്ചാൽ, ഭാര്യയെ കേൾപ്പിച്ച് പറയാറില്ലെങ്കിലും എല്ലാ പുരുഷനോടും ധൈര്യസമേതം നമുക്ക് പറയാം, ഇത് നിങ്ങളെ കുഴപ്പമാണ്. അപ്പൊ ഞാൻ അയാളോട് പറയും, നിങ്ങളുടെ വീട്ടിൽ മാത്രം ഒരു പരാജയമുണ്ടായാൽ അത് ആണിന്റെ കുഴപ്പം എന്നതിലേക്കല്ല ഞാൻ പറയണത്. എവിടെയെല്ലാം കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദി കുടുംബനാഥനാണ്. അങ്ങനെ പറയുമ്പോൾ നാളെ നിങ്ങൾക്കെതിരെ ഭാര്യയ്ക്ക് തെളിവ് പറയാനല്ല ഞാൻ ഈ പറയണം. ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഒന്ന് വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യ ചോദിക്കും, കേട്ടില്ലേ ഇന്നിപ്പോ എന്താ അവിടുന്ന് പറഞ്ഞത്, കംപ്ലീറ്റ് ഉത്തരവാദി അയാളാണ്. അത് പറയാൻ അത് ഞാൻ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തുള്ളവരെങ്കിൽ നിങ്ങൾ ഇവിടെ ഏതോ ഒരു കട നടത്തുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ കടയിൽ നിങ്ങൾ ക്യാഷിലിരുത്തിയ ഒരാൾ കംപ്ലീറ്റ് ക്യാഷുകൾ വലിച്ച് ലക്ഷക്കണക്കിന് റിയാലുകൾ നിങ്ങളെ പോക്കറ്റടിച്ചു. നിങ്ങളുടെ കച്ചവടം എന്ത് ചെയ്തു? മൂലധനം നഷ്ടപ്പെട്ട് പരാജയപ്പെട്ടു. നിങ്ങളത് അവസാനിപ്പിക്കേണ്ടി വന്നു. നിങ്ങൾ എന്തു പറയും? പിറ്റേന്ന് എന്തു പറയും? ഞാനൊരു കട നടത്തി, ക്യാഷിൽ ഒരാളെ വെച്ചു, അയാൾ പൈസ വലിച്ചു, എൻ്റെ കച്ചവടം പൊളിഞ്ഞു. ആരാ ഉത്തരവാദി? ആരാ ഉത്തരവാദി സുഹൃത്തുക്കളെ? ആരാ ഉത്തരവാദി? നിങ്ങൾ ക്യാഷിലിരുത്തിയ ആളോ നിങ്ങളോ? നിങ്ങൾ ക്യാഷിലിരുത്തിയ ആളോ നിങ്ങളോ? നിങ്ങളുടെ കച്ചവടം വിജയിപ്പിച്ചു കൊണ്ടുപോകേണ്ടതും ആ കച്ചവടത്തിന്റെ പരാജയത്തിന്റെ വഴികൾ അടക്കേണ്ടതിന്റെയും ഉത്തരവാദിത്വം ആർക്കാണ്? നിങ്ങൾക്കാണ്. അത് നിങ്ങൾ ഒരാളോട് പറഞ്ഞാൽ അവന് ബുദ്ധിയുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കും, ഇത് അവന്റെ പരാജയമല്ല, നിങ്ങളുടെ പരാജയമാണെന്ന്. അത് ഉറപ്പാണ്. അതുകൊണ്ട് എന്താ നമ്മളത് പരിഹരിക്കണം. പക്ഷെ നമ്മളെന്താ ചെയ്യാറ്? അതിൽ തന്നെ ഒരു കക്ഷിയായി ചേർന്ന് ഏറ്റുമുട്ടുക ചെയ്യുക. നമ്മൾ ഏറ്റുമുട്ടേണ്ട ആളല്ല. നമ്മൾ കുടുംബത്തിൽ ഭാര്യയോടൊപ്പം ചേർന്ന് അവളൊരു ഭാഗത്തും നമ്മളൊരു ഭാഗത്തും വന്ന് ഏറ്റുമുട്ടേണ്ടവനല്ല നമ്മൾ. ആ വീടും അവിടെ നിൽക്കുന്ന മക്കളും ഈ ഭാര്യയും അടങ്ങുന്ന ആ ഒന്നിച്ചുള്ള നാടിന്റെ, വീടിന്റെ, സ്റ്റേറ്റിന്റെ ഭരണാധികാരിയാണ് നിങ്ങൾ. നിങ്ങൾ ഭരണാധികാരിയുടെ സ്ഥാനത്ത് നിൽക്കണം. കുടുംബജീവിതവും എന്തും പറയുമ്പോൾ എല്ലാവരും പറയുന്ന, നമുക്കെല്ലാവർക്കും പരിചയമുള്ള നബി വചനമാണ്. നബി സാസ പറഞ്ഞു, വറജുലു റാഇൻ ഫി അഹ്ലിഹി. അള്ളാന്റെ റസൂൽ തന്ന പോസ്റ്റാണ്, നഷ്ടപ്പെടുത്തേണ്ട. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയങ്ങൾ? അവൻ റാഇൻ ഫി അഹ്ലിഹി, അവന്റെ വീട്ടിലുള്ള ഭരണാധികാരി അവനാണ്. എന്റെ വീട് പരാജയപ്പെട്ടാൽ എന്റെ പരാജയം, അതേ പറയുള്ളൂ. അങ്ങനെ പറയാറുള്ളൂ. എത്ര മന്ത്രിമാരുണ്ട് കേന്ദ്രത്തിലും ഒക്കെ, എത്ര മന്ത്രിമാരുണ്ട്. ഭരണം പരാജയപ്പെടുമ്പോൾ ആരെയാണ് പറയാറുള്ളത് എന്ന് നിങ്ങൾക്ക് പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അറിയാമല്ലോ. അതുകൊണ്ട് വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ഭാര്യ വീട് വിട്ടിറങ്ങി മക്കളുമായി പോയി അവർക്ക് സംരക്ഷണം നൽകാതെ വിധവയായി, വേശ്യയായി നിങ്ങളുടെ ഭാര്യ മാറിയാൽ അവളും നിങ്ങളും തമ്മിലുള്ള ഫൈറ്റിന്റെ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. കുടുംബം വഴിപിരിഞ്ഞുണ്ടായ എല്ലാ ബുദ്ധിമുട്ടിലും ഒരു ചോദ്യം ഡൈവേഴ്സ് ചെയ്ത് കത്തയച്ച നിങ്ങളോട് ചോദിക്കും. ഭാര്യനെ കാര്യം തീർത്തിട്ട് കഥ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ പറയാം, അധികം പറയണ്ട, നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി, എന്തെങ്കിലും തിരുത്താണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ എന്ന് പറയും. അതാണ് സത്യം. ചോദിക്കും. നാളെ വഴിഞ്ഞു പിരിഞ്ഞു പോയ കുടുംബങ്ങളിൽ കുടുംബ നായകത്വം ഭരിച്ചവരോട് ചോദിക്കും. യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. അള്ളാഹുവിന്റെ റസൂൽ നിർത്തിയില്ലല്ലോ സുഹൃത്തുക്കളെ, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ,
ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ആര്? നമ്മളെ വീടിന്റെ ഉള്ളിലുള്ള ഒരു നേതൃത്വവും അധികാരവും അവൾക്കുണ്ട്. അവളുടെ പരാജയവും വീടിന്റെ പരാജയമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്കുറപ്പ്, ഒരു കൗൺസിലറെ നിങ്ങൾ കാണണ്ട, ഒരു മനഃശാസ്ത്ര പുസ്തകവും നിങ്ങൾ വായിക്കണ്ട. രണ്ടാളെ ഒരു വീട്ടിലുള്ളൂ, ഒരു ഭാര്യയും ഒരു ഭർത്താവും. രണ്ടിൽ ഒരാൾ നല്ല ആളാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ല, ഉറപ്പ്. രണ്ടിൽ ഒരാൾ നന്നായാൽ മതി, രണ്ടാൾ നന്നാവണ്ട. രണ്ടിൽ ഒരാൾ നന്മയുണ്ടെങ്കിൽ ആ വീട്ടിൽ പ്രശ്നമുണ്ടാവില്ല. നമ്മൾ രണ്ടുപേരും ഒരുപോലെ എന്നതാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോഴും പ്രശ്നം നിലനിൽക്കുവാനുള്ള കാരണം. എനിക്ക് കഴിഞ്ഞൊരു വരവിൽ എനിക്കൊരു കാര്യമുണ്ട്. എല്ലാ പ്രവർത്തകന്മാരും അവിടെ കൂടെ എൻ്റെ അടുത്തൊരു പ്രവർത്തനം കൂടുന്നു. ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടും നേരാകാത്ത കാര്യമാണ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ഒരിക്കലും ഇവിടെ നിന്നൊരു ഫാമിലി കൗൺസിലിംഗ് ഞാൻ നടത്തില്ല എന്നൊരു വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് പോരും. അത് ഞാൻ പാലിക്കാറുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ നമുക്ക് സ്ത്രീകളോട് സംസാരിക്കുവാനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാര്യ ആവശ്യമില്ല ഫാമിലി കൗൺസിലിങ്ങിന്, നിങ്ങൾ റെഡിയായാൽ മതി എന്നാണ്. ആണുങ്ങളെ മാത്രം ഇരുത്തിയിട്ട് ഒരു കുടുംബം ശരിയാക്കാൻ അല്പസമയം കിട്ടിയാൽ നമുക്ക് പറ്റും. ഞാനിത് പറയാൻ കാരണം, ഒരാൾ നന്നായാൽ ബാക്കിയെല്ലാം ശരിയാവും. ഞങ്ങൾക്ക് കൗൺസിലിങ്ങിൻ്റെ കോഴ്സിൽ ക്ലാസ് എടുത്ത ഒരാൾ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. മദ്യപാനിയായ ഭർത്താവിനെ നേരാക്കാൻ വേണ്ടിയിട്ട് കൊടുന്നിരിക്കുകയാണ് ഭാര്യ. അപ്പം ഇയാൾക്ക് അപ്പോഴും മദ്യത്തിൻ്റെ മണമുണ്ട്. അയാളോട് എന്ത് ഉപദേശം അയാൾ കൗൺസിലർ കൊടുക്കാൻ പറ്റും? അയാൾ ഭാര്യനെ മെല്ലെ വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഉപദേശം കൊടുത്തു. നമ്മൾ വിഷയങ്ങളൊന്നും സംസാരിക്കണ്ട, ഒരൊറ്റ ചോദ്യം ചോദിച്ചു, നിങ്ങളും അയാളും തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പറഞ്ഞു, എന്താ ഇപ്പോൾ ഒരു മദ്യപാനി, ഞങ്ങൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളിലൊന്നും ഒരു സഹകരണവും നടത്താൻ പറ്റൂല എന്ന്. അവ പറഞ്ഞു, അയാൾ മദ്യപിച്ചോട്ടെ, ഒരു 10 ദിവസം അയാളുമായുള്ള അയാളുടെ ഭർത്താവ് എന്ന നിലക്കുള്ള ശാരീരിക ബന്ധങ്ങളും മാനസിക ബന്ധങ്ങളും നിങ്ങൾ നന്നായി ഒന്ന് ആസ്വദിച്ച് അനുഭവിച്ച് അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ വരൂ. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് അയാളുടെ മദ്യപാനം നിർത്താനാണ്. ആ ഭാര്യ കണ്ണുക്ക് നോക്കി, എങ്ങനെയാണ് ഇപ്പം അതുകൊണ്ട് മദ്യപാനം നിർക്കുക? അത്ഭുതപ്പെട്ടതാണ്. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. അവൾ പറഞ്ഞു, ഭർത്താവ് മദ്യപാനം നിർത്തി. സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിക്കുമോ ഈ വാർത്ത? ഭർത്താവ് മദ്യപാനം നിർത്തി. ഒരു പുരുഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹത്തിലെ ലക്ഷ്യം ശാരീരിക ബന്ധം തന്നെയാണ്. ശാരീരിക ബന്ധം തന്നെയാണ് ഒരു പുരുഷന്റെ ഏറ്റവും പ്രധാന ആവശ്യം. ഒരു സ്ത്രീക്കാകട്ടെ അതൊരു വിഷയമേ അല്ല. സ്ത്രീക്ക് അതൊരു വിഷയമേ അല്ല, പുരുഷനത് വിഷയമാണ്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. എന്തിനാണ് വിവാഹം? അഗല്ലു ലിൽ ബസർ അഹ്സനു ലിൽ ഫർജ്. എന്തിനാ കല്യാണം കഴിക്കുന്നത്? കണ്ണുകളെ താഴ്ത്താനും ഗുഹ്യസ്ഥാനത്തെ അതിനെന്നെ കല്യാണം. അതിനാവശ്യം തോന്നുമ്പോഴാണ് ഒരു കല്യാണം കഴിക്കേണ്ടതും. അതല്ലേ ആ ഹദീസിന്റെ നിദാനം. സുഹൃത്തുക്കളെ, മാറി. ആ സ്ത്രീ പറഞ്ഞു, അത്ഭുതം, അയാൾ ഇപ്പൊ മദ്യപിക്കാറില്ലെന്ന്. ഞാൻ പറഞ്ഞത്, ഒരാൾ വിചാരിച്ചാൽ നടക്കുന്നു. ഒരാൾ വിചാരിച്ചാൽ കുടുംബജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നതിന് ഉദാഹരണം പറഞ്ഞാണ്. അതുകൊണ്ട് ഒരു ഫൈറ്റും നിങ്ങൾ തമ്മിൽ ഉണ്ടാവരുത്. ക്ഷമിക്കുക, സഹിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് പ്രത്യേകമായിട്ട് പറ്റും. എന്താ അറിയോ, തൻ്റെ കുടുംബവും വീടും ഒന്ന് നന്നായി പോകാൻ വേണ്ടി പരമാവധി ക്ഷമിച്ചു കൊടുക്കുക. ആ ക്ഷമ കൊണ്ട് വലിയ ഗുണഫലങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. അതേപോലെ തന്നെ പുരുഷന്മാർ മനസ്സിലാക്കുക, നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ, ഒരു പ്രശ്നം നിങ്ങളുടെ എല്ലാ ഭാര്യമാർക്കും എന്തെങ്കിലും ഒരു മേജർ പ്രോബ്ലം ഉണ്ടായിരിക്കും. അതില്ലാതെക്കൂല. അതിൻ്റെ പിന്നാലെ കൂടിയാൽ മരണം വരെ അവളെ നന്നാക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ടാണ് വളഞ്ഞ വാരിയല് എന്ന് പറഞ്ഞത്. നിർത്താൻ നോക്കരുത്. അത് ആസ്വദിച്ചോ എന്നാണ് പറഞ്ഞു. ആ ഒരു തകരാറ് ആസ്വദിച്ചോ. അതിന് വരുമ്പോഴേക്കിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രതീക്ഷിച്ചാണല്ലോ വരുന്നത്. ഇപ്പൊ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്ന് ചിരിക്കുക, എന്തായാലും ഇവിടെ ഇങ്ങനെ ആകുള്ളൂ എന്നുള്ളത്. അതിൽ സാധാരണ നിങ്ങൾക്കറിയാം, സ്ത്രീകൾ ഒന്ന് ലേറ്റ് ആകും, ഒന്ന് സമയം വൈകും അല്ലേ? എപ്പോൾ പറഞ്ഞാലും ഒന്ന് ഇറങ്ങാൻ നേരം വൈകും. ഇറങ്ങാൻ നേരം വൈകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകും. പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു തകരാറുണ്ടാകും, ഒരു അശ്രദ്ധ, ഒരു മറവി, അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കാതിരിക്കൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. എന്നാൽ ബാക്കി കുറേ നന്മകൾ അവർക്കുണ്ടാകും. ഈ നന്മകളൊക്കെ എപ്പോഴാണ് മനസ്സിലാവുക വെച്ചാൽ, ഒരു പ്രശ്നത്തിൻ്റെ പിന്നാലെ കൂടി ഡൈവേഴ്സായി, രണ്ടാളും രണ്ടോടത്തായി
ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഒറ്റയ്ക്കിരുന്നിട്ട് ഇയാൾ ഇങ്ങനെ ആലോചിക്കും, മുമ്പ് ജീവിച്ചപ്പോൾ തൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഗുണങ്ങൾ ഇങ്ങനെ ആലോചിക്കും. അതേമാതിരി ഭർത്താവിൻ്റെ ഗുണങ്ങൾ അപ്പം അവളിൽ നിന്ന് ആലോചിക്കും. അപ്പം ആലോചിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇപ്പം ആലോചിച്ചാൽ അത് അനുഭവിക്കുവാനും തകരാറുകളെ പരിഹരിക്കാനും പറ്റും. ഞാൻ ഇത് പറയാൻ കാരണം, വീട്ടിൽ ഒരു മാതൃകാ ഭവനം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും ഫൈറ്റ് ചെയ്യാത്ത സൗഹാർദ്ദാന്തരീക്ഷം അതുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണമുണ്ട് കാര്യങ്ങൾ. അതിൻ്റെ ഗുണം നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന്, ആ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ എല്ലാവരോടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പെരുമാറാൻ പഠിക്കും. ഞാൻ പറഞ്ഞത്, ഫൈറ്റുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ അല്പം നല്ല രൂപത്തിൽ പെരുമാറുണ്ടാവില്ല. പിന്നെ മാനസിക പ്രശ്നങ്ങൾ, വാപ്പയും ഉമ്മയും ഫൈറ്റ് ചെയ്യുന്ന കുടുംബങ്ങളിൽ മാനസികമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ കുട്ടികൾക്ക് മാനസികമായ തകരാറുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ പലപ്പോഴും അത്തരം ഫൈറ്റുകളാണ് കുട്ടികൾക്കൊരു അത്താണി ഇല്ലാതെയാകുമ്പോൾ തങ്ങൾക്ക് ഷെയർ ചെയ്യാനും വിഷമങ്ങൾ പറയാനും വാപ്പനെയും ഇമ്മനെയും കിട്ടൂല. കാരണം വാപ്പയും ഇമ്മയും എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ അവർ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരനോ ഏതെങ്കിലും കൂടെ പഠിക്കുന്ന ഒരാളോ ഒരു ഫോണോ ഒരു സിമ്മോ കൊടുത്താൽ പിന്നെ എല്ലാം അവിടെ ഷെയർ ചെയ്യും. നമുക്കത് നിയന്ത്രിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടി എല്ലാ അർത്ഥത്തിലും ഒരു ക്രിസ്ത്യൻ പയ്യനുമായിട്ട് അഫെയർ ആയിട്ട് പോകുന്നൊരു അവസ്ഥാവിശേഷം വന്നു. അപ്പോൾ ഞാനൊക്കെ സംസാരിച്ചൊക്കെ റെഡിയാക്കി തിരിച്ചു പോകുമ്പോൾ അവരുടെ ഭാര്യ പറഞ്ഞു, എന്തറിയും, കുറച്ച് പ്രശ്നം ഞാനും ഭർത്താവും തമ്മിലുണ്ട്, അതാ തോന്നുന്നുണ്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണമെന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവരെന്നോട് പറഞ്ഞു. സത്യം അതാണ്. ഒരുപക്ഷെ ഞാൻ അവിടെ കുറ്റപ്പെടുത്താനല്ല, ആ സ്ത്രീ സമ്മതിച്ചു പറഞ്ഞ ഒരു വസ്തുതയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഭവനമാകാൻ ഞാൻ 2 നിർദ്ദേശങ്ങൾ പറഞ്ഞു, മറന്നു പോകരുത്. ഒന്ന്, സ്നേഹത്തോടെ കുട്ടികളോട് പെരുമാറാൻ പറ്റുന്നൊരവസ്ഥ നിങ്ങളും ഭാര്യയും ജീവിതത്തിൽ നേടിയെടുക്കണം വീട്ടിൽ. അപ്പോൾ വീട് ഒരു സമാധാന ഭവനമാകും, സ്നേഹാലയമാകും. നിങ്ങളും ഭാര്യയും തമ്മിൽ ഒരു വിയോജിപ്പുമില്ല എന്ന് നിങ്ങളുടെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ജീവിതത്തിലൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളും നന്നാകും. നിങ്ങൾക്കും സമാധാനകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധ്യമാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളും ഭാര്യയും തമ്മിൽ ഒരു വിഷമമില്ലാതിരിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളുടെ വീട് സമാധാനത്തിൻ്റെയും മാതൃകയുടെയും ഒരു ഭവനമാകണമെങ്കിൽ ഒരു നായകൻ വേണം വീട്ടിന്. ഒരു നായകൻ വീട്ടിന് വേണം. ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എന്താ അറിയോ, ഒരു തീരുമാനത്തിലെത്തി മുന്നോട്ട് പോകാൻ പറ്റണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഭാര്യൻ്റെ അഭിപ്രായമല്ല ഭർത്താവിന്, ഭർത്താവിൻ്റെ അഭിപ്രായമല്ല ഭാര്യയ്ക്ക്. അങ്ങനെ എങ്ങനെ സുഹൃത്തുക്കളെ മുന്നോട്ട് പോവുക? എവിടെ പഠിപ്പിക്കണം, കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, എന്തു ചെയ്യണം, എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇത് എവിടെ ഉണ്ടാവുക? നിങ്ങൾ ഒരു ലീഡർ ഇല്ലാത്തവർത്തേ ഉണ്ടാവുള്ളൂ. 3 ആൾ പോകുകയാണെങ്കിൽ പോലും അതിനൊരു ലീഡർ വേണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. എന്തൊരു അവസാനത്തെ തീരുമാനം ഒരാൾക്ക് വേണം. അപ്പൊ തീരുമാനമാകണ വരെ നമുക്ക് ചർച്ച ചെയ്യാം. തീരുമാനമായത് നടപ്പിലാക്കാൻ ഒരു നായകത്വം വേണം. പല കുടുംബങ്ങളും തകർന്നു പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയുങ്ങൾ? പുരുഷന്മാർക്ക് വീടിന്റെ അധികാരം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. പുതിയ വിവാഹങ്ങളിലൊക്കെ മക്കളെ ഏർപ്പെടുത്തുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരിക്കലും നിങ്ങളുടെ ആൺകുട്ടികളെ നിങ്ങൾ വിൽക്കരുത്. ദയനീയമായ രംഗങ്ങൾ ഞാൻ കാണുന്നത് എപ്പോഴാ ചില പ്രൊഫഷണലുകളായ ആളുകളുടെ ജീവിതത്തിലാണ്. അവരെന്താ വെച്ചാൽ കല്യാണം കഴിക്കുമ്പോൾ എന്താ ചെയ്യാറെങ്കിൽ, ഏതെങ്കിലും നല്ല ഡിഗ്രിയും പ്രൊഫഷനൊക്കെ ഉള്ള നല്ല പെൺകുട്ടികളുടെ വാപ്പാരുണ്ടാവും. അവർ കുട്ടിയൊക്കെ ഇങ്ങനെ പ്രായമാകുമ്പോൾ എന്താ ചെയ്യാറെങ്കിൽ നല്ല പയ്യന്മാരെ അന്വേഷിക്കും, എല്ലാ വിവാഹ പരസ്യങ്ങളും എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു ചെക്കനെ കണ്ടെത്തിയാൽ, തൻ്റെ മകൾക്ക് യോജിച്ചൊരാളെ കണ്ടെത്തിയാൽ അയാളുടെ അന്വേഷണം അങ്ങോട്ട് പോവും. എന്നിട്ട് അവനെ ശരിക്കും എന്താ വെച്ചാൽ ബ്രോക്കർമാർ വഴിയും അതേപോലെ നല്ല പൈസയും കാറും പണവും പൊന്നും കൊടുത്തിട്ടുണ്ട് വാങ്ങലാണ്. എന്നിട്ട് ഈ സാധു എന്താ പറയുക, ഇവരെ വീട്ടിൽ കിടന്ന് ഇങ്ങനെ തിരിയണം. എത്ര കുട്ടികളാണെന്ന്. അവൻ എന്താ ചെയ്യാൻ പറ്റുക? അവൻ ആ വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റൂല. അവന്റെ ഭാര്യയിൽ അവനൊരു ഫോഴ്സ് ഇല്ല, ഒരു ശക്തിയില്ല, മുന്നോട്ട് പോകാൻ പറ്റൂല. എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോഴും പറയും, അവൻ MBBS കഴിഞ്ഞ ഉടനെ അവൻ അന്വേഷണം വന്നു. അപ്പൊ തൽക്കാലം എന്ത് ചെയ്തു വെച്ചാൽ അവനാണ് സമ്മതിച്ചു കൊടുത്തു. സമ്മതിച്ചവൻ അവന്റെ മനസ്സിൽ ചെറിയ ഒരു താല്പര്യമുണ്ടായിരുന്നു, തരും ഒരു PG എടുക്കണം. അവന്റെ വാപ്പക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ സ്വാഭാവികമായും അമ്മോഷൻ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ആളാകുന്നതുകൊണ്ട് PGക്ക് ചെറിയൊരു ഹെൽപ്പ് ആകുമെന്ന് വിചാരിച്ച് അയാൾ ഹെൽപ്പായി. 2 കൊല്ലം ഹെൽപ്പായി. പക്ഷെ എന്താ ഉണ്ടായത്? നിങ്ങൾ
2 കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോഴേക്കും അവൻ്റെ ഭാര്യയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥാവിശേഷം വന്നു. ഞാൻ എത്രയോ മണിക്കൂറുകൾ ഉപയോഗിച്ച് സംസാരിച്ചിടപെട്ട കേസാണ്. ഏറ്റവും അവസാന സന്ദർഭങ്ങളിൽ ഇതാണ് പ്രശ്നമെന്ന് തിരിച്ചറിയാൻ അയാൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവരെ ആശ്രയിക്കാതെ സ്വന്തമായി ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലൊരു ഫ്ലാറ്റും സൗകര്യങ്ങളുമായി ഒന്ന് മാറി നിന്നപ്പോൾ ഇന്ന് എത്ര സന്തോഷത്തോടെയാണ് ആ കുടുംബം മുന്നോട്ട് പോണത്. നമ്മൾ ആലോചിക്കണം. ആശ്രയത്വം വലിയ പ്രശ്നമാണ്. ഖുർആൻ വെറുതെ പറഞ്ഞതല്ല, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. എങ്ങനെയാണ്? വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. നിങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ആ സമ്പത്തുക്കളെ ചെലവഴിച്ചു കൊടുക്കുക. നമ്മുടെ പൈസ കൊടുത്തിട്ട് എല്ലാ അർത്ഥത്തിലും ഭാര്യമാർക്ക് നമ്മുടെ സംരക്ഷണം കൊടുത്ത് ഒരു കുടുംബനാഥനാകാൻ പറ്റണം. അങ്ങനെ കുടുംബനാഥനായാൽ നമ്മുടെ കുട്ടികൾ എവിടെ പഠിക്കണം, എന്ത് ചെയ്യണം എന്ന എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം അയാൾക്കെടുക്കാനും ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭാര്യമാർക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിത്തീരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുഹൃത്തുക്കളെ, ഞാൻ 3ാമത്തെ കാര്യവും പറഞ്ഞു. ഒരു കുടുംബത്തിനൊരു നാഥനില്ലാത്ത വീട് അവിടെ പടയായിരിക്കും. നാഥനില്ലാത്ത വീട്. അതുകൊണ്ട് ശരിക്കും ആ നായകത്വം നമുക്ക് കിട്ടണം. പക്ഷെ ഇന്ന് പല പുരുഷന്മാർക്കും ആ നായകത്വം ഇല്ല. ഞാൻ പറയാൻ ഇന്നലെ ഞങ്ങൾക്ക് ഫോക്കസിൽ എഴുതി തന്ന ഒരു ചോദ്യത്തിൽ പോലും, നമ്മുടെ പീസ് റേഡിയോയുടെ സ്നേഹക്കൂടിന്റെ ചോദ്യത്തിൽ വന്നു കിടക്കുന്ന, എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്ന സ്ത്രീകളുടെ കമന്റുകളിൽ പോലും ഏറ്റവും അധികം ഉള്ളത് എന്താ അറിയൂ? പുരുഷന്മാരുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചോ സദാചാര ജീവിതത്തിൽ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അധികാരവും പ്രതാപവും താഴെ വീടുടയും. ആ നിമിഷം നിങ്ങൾ പിന്നെ അവളുടെ മനസ്സിൽ ആരുമല്ല. നിങ്ങളെ ആദരിക്കാനോ ബഹുമാനിക്കുവാനോ റെസ്പെക്ട് ചെയ്യുവാനോ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനോ അവൾക്ക് പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഒരു സംശയകരമായ അവസ്ഥ പോലും ഭാര്യയ്ക്ക് സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്ത്രീ ശബ്ദത്തിൽ ഒരു ഫോൺ നിങ്ങൾ സംസാരിക്കുമ്പോൾ, ലൗഡ് സ്പീക്കർ സംസാരിക്കുമ്പോൾ അതൊരു സ്ത്രീ ശബ്ദമാണെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതേതു സ്ത്രീയാണെന്നും ആരാണ് വിളിച്ചതെന്നും അവൾക്ക് ബോധ്യപ്പെടുത്താൻ വിട്ടുപോയാൽ ആ ഒരു മിനിറ്റ് നേരത്തെ ഫോൺ കോൾ മതിയാകും. നിങ്ങളെന്ന ഒരു ഭർത്താവെന്ന വാപ്പയെക്കാളും ഉമ്മയെക്കാളും നിങ്ങൾക്കുള്ള സ്ഥാനവും ആദരവും ബഹുമാനവും തകർന്നടിയാൻ അതുമാത്രം മതിയായിരിക്കും. നിസ്സാരമായി കാണരുത് നിങ്ങൾ. നിസ്സാരം, അത് ഗൗരവപരമാണ്. തിരിച്ചു സ്ത്രീകളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിൻ്റെ സാധ്യതകൾ ഏറെയാണ് സുഹൃത്തുക്കളെ. നമ്മളെന്ത് ചെയ്യും? നമ്മൾ അറിയാതെ ആയിപ്പോകും. കാരണം അതിലെന്താ തെറ്റ്? ഇതൊക്കെ അധികം എന്താ സംഭവിക്കാര്യങ്ങൾ? ഈ പഴയ സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ സ്ത്രീകളുമായി വളരെ ഫ്രീ ആയിട്ട് ഇടപെട്ട ആളുകൾക്ക് എന്താ പറയുക, ആ ബന്ധങ്ങൾ എക്കാലത്തും തിരിച്ചു വരും. പ്രത്യേകിച്ച് എന്താ, സോഷ്യൽ മീഡിയകളിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയാൽ തന്നെ പഴയ നമ്പറൊക്കെ കയറും. അപ്പൊ നമുക്ക് ആ പഴയ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചാറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ എന്താ അറിയുക, അതോടെ തീർന്നു, കുടുംബം തീർന്നു. ഇത് ആണിനും പെണ്ണിനും ഒക്കെ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കുള്ള കുടുംബ നായകത്വം, ഭർത്താവ് എന്ന പദവി, അത് നിങ്ങളുടെ മാന്യതയിലും ധർമ്മനിഷ്ഠയിലും മാത്രമേ നിലനിൽക്കുള്ളൂ. നിങ്ങൾ നല്ലൊരാളല്ലെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കാൻ ആർക്കും പറ്റാത്ത പോലെ ഭാര്യയ്ക്കും പറ്റാതെ വരും. ഭാര്യയിൽ ധർമ്മനിഷ്ഠയില്ലെങ്കിൽ ഭർത്താവിന് അവളെ അനുസരിക്കുവാനും ആദരിക്കുവാനും പറ്റാതെ വരും. അതുകൊണ്ട് നായകനില്ലാത്ത ഒരു വീടായി മാറാതിരിക്കാൻ നമ്മൾ നമ്മുടെ നിലവാരവും മഹത്വവും ധാർമ്മികതയും നമ്മുടെയോടുള്ള ആദരവും നിലനിർത്താൻ ധർമ്മനിഷ്ഠയോടുകൂടെ നമ്മൾ പെരുമാറണം. സംശയിക്കൊന്നും വേണ്ടട്ടോ. ആ പുരുഷനെന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു അവിഹിതത്തിന്റെ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് ഭാര്യയ്ക്ക് മനസ്സിലാവും. അതിലാരും സംശയിക്കണ്ട. അത്തരം കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നാളെ പരലോകത്ത് നമ്മുടെ റെക്കോർഡുകൾ കൊണ്ടുവരും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലാത്ത പോലെ അതാണ്. ഒരു പക്ഷെ ഇതൊക്കെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും സാഹചര്യങ്ങൾ പലപ്പോഴും മാറ്റിയില്ലെങ്കിൽ നമുക്ക് പിൻവാങ്ങാൻ പറ്റൂല. സാഹചര്യങ്ങൾ മാറാതെ നമ്മൾ പ്രതിജ്ഞ ചെയ്തതുകൊണ്ടോ തൗബ ചെയ്തതുകൊണ്ടോ നിസ്കാരത്തിൽ ഭക്തി കാണിച്ചുകൊണ്ടൊന്നും മാത്രം മാറൂല, അഊദ് ചൊല്ലിയതുകൊണ്ടൊന്നും മാത്രം മാറൂല. സാഹചര്യം ഇല്ലാതാകണം. അത് ആ സാഹചര്യത്തിൽ എത്തിനോടുകൂടെ എല്ലാം കൊണ്ട് മറക്കും, നമ്മൾ വേറൊരാളാവും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്നാണ്. ഒരു പക്ഷേ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടിനെ ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു മാതൃകാലയമാക്കാൻ സാധിക്കുമെന്ന് ഒരു പക്ഷേ എൻ്റെ ഹ്രസ്വമായ ഈ സംസാരത്തിലെ പോയിന്റുകളെ കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം.
ഒരു വേള ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പരിശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയെടുക്കാൻ നമുക്ക് സഹായകമായിട്ടുള്ളതാണ്. അറിവ് നേടാനും നമ്മുടെ വിഷയങ്ങളുമായ അറിവുള്ളവരോട് നമ്മൾ സംസാരിക്കുവാനും ഇടപഴകുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നതിലേക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാറ്റമുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളിലൂടെയാണ്. ഇത് കേൾക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ പരമാവധി വിനിയോഗിക്കണം. അതിലൂടെ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പം എനിക്ക് തന്നെ ഇവിടെ വന്നപ്പോഴുള്ള ചില അനുഭവങ്ങളിലുള്ളത്, ഇവിടെയൊക്കെ പൊതുവെ ഗൾഫുകാരുടെ ഭാര്യമാരൊക്കെ എന്താ വെച്ചാൽ ഇവരെങ്ങോട്ടെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ വീട്ടിലൊറ്റക്കാണല്ലോ. വീട്ടിലൊറ്റക്കാണ്. വളരെ അപകടകരമാണ് ആ ഒറ്റയ്ക്കുള്ള നൃത്തം. പല കാരണങ്ങളെ കൊണ്ടും അത് സുരക്ഷിതമല്ലാത്ത നൃത്തമാണ്. പക്ഷെ നമുക്ക് നിവർത്തില്ല, ജോലിക്ക് പോകണ്ടേ, തിരിച്ചു വരും, അതൊക്കെ അവർക്ക് ശീലമായി കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഏകാന്തത സുരക്ഷിതത്വത്തിനും ജീവനും മാത്രമുള്ള ഭീഷണിയല്ല. ഏകാന്തത മാനസികമായി നമ്മളെ തളർത്തും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്താ ഉണ്ടാകുക വെച്ചാൽ നെഗറ്റീവ് മാത്രമേ ഓർക്കുള്ളൂ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അത് മാത്രം ചിന്തിക്കും. അപ്പോൾ ആ ചിന്ത, നെഗറ്റീവ് ചിന്തകൾ മണിക്കൂറുകളോളം ചിന്തിക്കുമ്പോൾ മാനസികമായ ശക്തി തകർന്നു പോകും. അതിനുള്ളൊരു പരിഹാരമാണ് കേൾവി. ഇപ്പോൾ പീസ് റേഡിയോ 24 മണിക്കൂറാണ്, വെറൈറ്റി പരിപാടികളാണ്. ഒരു പ്രോഗ്രാം 20 മിനിറ്റോ 25 മിനിറ്റോ ഉള്ളൂ മാക്സിമം ദൈർഘ്യമുള്ളൂ. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇവിടെ കിട്ടുന്ന ഫീഡ്ബാക്ക് ഞാൻ പറയാം. ഗൾഫുകാരിൽ നിന്ന് എനിക്ക് വന്നപ്പോൾ യാത്ര കിട്ടിയ ഫീഡ്ബാക്ക് ഞാൻ പറയാണ്. അതായത് വൈഫണ്ട് മാറുക എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, സുന്നി മുജാഹിദാകുക എന്നുള്ളതല്ല. അതായത് ആറ്റിറ്റ്യൂഡാണ് മാറിയത്, പെരുമാറ്റക്കാണ് മാറിയതാണ്. റേഡിയോ കേട്ടിട്ട് മാറി. എന്നുവെച്ചാൽ ആവശ്യമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കിട്ടുമ്പോൾ മാറും. അതുകൊണ്ട് നാം ഒന്നിച്ച് കേൾക്കാം, കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഒന്നിച്ച് കേൾക്കാം. നഷ്ടമല്ല. ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാ വിഭാഗം കുട്ടികൾക്കും, ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കുമുള്ള ഉപദേശങ്ങൾ സന്ദർഭമായി നൽകാൻ പറ്റുന്ന ഈ ഒരു പരിപാടി എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഇത്തരം പരിപാടികളുടെ സംഘാടകരാകുവാനും ഇത് ബുദ്ധിപരമായ പ്രോഗ്രാമുകൾ നടത്താനും നിങ്ങളെല്ലാവരും ഇതിൽ ഇടപെടണം. സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ കീഴിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു, നമ്മളെ പേര് സ്വീകരിച്ച ഇസ്ലാമിന്, മറ്റെല്ലാ വ്യക്തിവിരോധങ്ങളെയും വിഭാഗീയതകളെയും മാറ്റിവെച്ച് വിശാലമായി ഇസ്ലാമിൻ്റെ ആദർശങ്ങളെയും സത്യങ്ങളെയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിശാലമായ ഫ്രെയിമാണ് നമ്മൾ സ്വീകരിച്ചത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ശ്രോതാക്കളിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും നിഷ്കളങ്കരായ മെമ്പർമാർ നമ്മുടെ റേഡിയോ കേൾക്കുന്നവരാണ്, നേർവഴി കേൾക്കുന്നവരാണ്, നമ്മുടെ പ്രഭാഷണങ്ങളിലും പള്ളികളിലും വരുന്നവരാണ്. അവർക്ക് ഇസ്ലാമിൻ്റെ തനിമയാർന്ന ആദർശങ്ങളെ വക്രീകരിക്കാതെ, അതേപോലെ തന്നെ വികലമാക്കാതെ, വളരെ പ്രത്യക്ഷമായ വെളിച്ചത്തോടുകൂടെ അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടെ പകർന്നു നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ സ്വീകാര്യത സമൂഹത്തിൽ നമ്മൾ കാണുന്നു. ഒരുപക്ഷെ ഈ പരിപാടിയുടെ വിജയവും അതായിരിക്കും. നമ്മുടെ വീടും നമ്മുടെ കുടുംബം